മഹാനരായ തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിൽ മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നത് കാണാം. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നു. ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രം വാങ്ങിയാലും അതുപോലെ പുതിയ വസ്ത്രം ധരിച്ചാലും ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരാൻ. ശനിയാഴ്ച ദിവസങ്ങളിൽ വസ്ത്രം എടുക്കാനോ ഉടുക്കാനോ പാടില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മലിനമാക്കാനുള്ള ഈ ഒരു പടു ജാഹിലീങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, ഇത് ആര് പറഞ്ഞു? തഴവ ഉസ്താദ് പറഞ്ഞു. തഴവ ഉസ്താദിനോട് ആര് പറഞ്ഞു? മഹാന്മാര് പറഞ്ഞു. മഹാന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ട്. ഏതാണ് ഗ്രന്ഥം? അതറിയില്ല. ഇത്തരക്കാരെ നമ്മൾ കരുതിയിരിക്കാം. ഇത്തരക്കാരെ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. ചുമ്മാ കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടാന്നല്ലേ ഉള്ളൂ, അതല്ലാണ്ട് മറ്റൊരു കാര്യമില്ല. തഴവ ഉസ്താദ് പറഞ്ഞ് ഏത് കിതാബിൽ പറഞ്ഞെന്നറിയില്ല, ഇവരൊക്കെ പടു ജാഹിലീങ്ങളാണ്, റീച്ച് കിട്ടാൻ വേണ്ടി പറയുകയാണ് എന്നൊക്കെയല്ലേ ഈ വഹാബി പുരോഹിതൻ ഇവിടെ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഉസ്താദിൻ്റെ ഈ വാക്കുകൾ സവിസ്തരം വീക്ഷിക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് യഥാർത്ഥമായൊരു ബോധം അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിനെ കുറിച്ചും തഴവ ഉസ്താദിനെ കുറിച്ചുമുണ്ട്. അതുകൊണ്ട് തഴവ ഉസ്താദിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴം എത്രയാണെന്നും ഉസ്താദ് ഏതൊരു കാര്യം പറഞ്ഞാലും അതിന് കൃത്യമായ വസ്തുതയുണ്ടെന്ന ബോധം ഇത് കേൾക്കുന്ന ആളുകൾക്കുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള വരികൾ കൂടി ഞാനിവിടെ പാടാം. തദ്കിറത്തുൽ വായിലീൻ വിവരിച്ചതാ 21-ാം പേജതിൽ കാണുന്നതാ. മാത്രമല്ല, ശനി ചൊവ്വ ഞായർ ഈ ദിവസമിൽ ധരിക്കുന്നത് ഗുണമില്ല എന്നാ സോദരാ നീ പുതിയത്. റുഹുൽ ബയാൻ നീ നോക്കിയിട്ട് 8-ാം പേജതിൽ കാണുന്നതാണതിനുള്ള 4-ാം ഭാഗമിൽ. ഉസ്താദ് കേവലം ആളുകളോട് കാര്യങ്ങൾ മാത്രം പറഞ്ഞല്ല ഇവിടെ പോകുന്നത്. ഏത് കിതാബിൽ പറഞ്ഞു, എത്രാമത്തെ വാള്യത്തിൽ പറഞ്ഞു, എത്രാമത്തെ പേജിൽ പറഞ്ഞു എന്നൊക്കെ ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്കൊരു വിഷയം അറിയത്തില്ലെങ്കിൽ ഇത് പറയുന്നവരൊക്കെ പടുജാഹിലാണ്, വിവരമില്ലാത്തവരാണ്, ഇവരൊക്കെ ഒരുപാട് ബിദ്അത്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണെന്നൊക്കെ നമ്മൾക്ക് കേവലം പറയാൻ കഴിയും. റീച്ച് കിട്ടാൻ വേണ്ടി വിഷയങ്ങൾ പറയുന്നത് ആരാണെന്നും യഥാർത്ഥത്തിൽ ജനങ്ങളോട് യഥാർത്ഥമായ വസ്തുതകൾ പറയുന്ന ആരാണെന്നും ഇന്നത്തെ ജനങ്ങൾക്ക് അറിയാം സഹോദര. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇരുന്ന് പഠിക്ക്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.